അറിഞ്ഞില്ലേ? കാശ് വാരി വാരി എറിഞ്ഞ് ബോച്ച പോലീസ് കസ്റ്റഡിയില്. വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആളാണ് ബോച്ച എന്ന്. ഒരു മങ്ങിയ സൂര്യനെ പോലെ പോലീസ് കസ്റ്റഡിയിൽ പോലീസുകാരുടെ കൂടെ 1000 ആളുകളുടെ അകമ്പടിയോട് കൂടിയാണ് ബോച്ച ഇന്ന് പോയത്. 2024 ഏപ്രിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതൊന്ന് കണ്ടിട്ടാവും ബാക്കിത്തെ കഥ. ആഴ്ചയായിട്ട് കേരളക്കരയാകെ കേരളത്തിന്റെ സ്വന്തം മനസ്സിലേറ്റി ജനനായകനായി, കേരളത്തിന്റെ കണ്ണിലുണ്ണിയായി, ഓമന പുത്രനായി നെഞ്ചിലേറ്റിയേക്കുവാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി. സ്വന്തം സ്ലോവോയും ഉണ്ടാക്കി നടന്ന കോടീശ്വരൻ, റോൾസ് റോയ്സിലൊക്കെ കോമാളിത്തരം കാണിച്ചുകൊണ്ടിരുന്ന കോടീശ്വരനായ ഒരു ബിസിനസ്സുകാരൻ, ജനഹൃദയങ്ങളിലേക്ക് സ്നേഹത്തിന്റെ വിത്തുമായിട്ട് ഇങ്ങനെ പാകി നടന്ന ഒരാൾ ഇന്ന് ജനനായകനായി മാറിയിരിക്കുന്നു. 18 വർഷമായി കണ്ണുനീരും കൈയുമായി കാത്തിരുന്ന ആ അമ്മ ഇത്രയും തുക കണ്ടെത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് സ്വന്തം മകന്റെ തൂക്ക് കയറും കണ്ടുകൊണ്ട് ദുആ എറിഞ്ഞുകൊണ്ടിരുന്നതായ ആ ഉമ്മയുടെ കണ്ണുനീരിന്റെ പ്രതിഫലമായി ബോബി ചെമ്മണ്ണൂർ ഒരു രക്ഷകൻ അദ്ദേഹം ഇറങ്ങി തിരിച്ചു. 35 കോടി ഇത്രയും തുക സമാഹരിച്ച് ആ കരീം എന്ന് പറയുന്നതായിരുന്ന ആ വ്യക്തിയെ പുറത്തിറക്കുമ്പോൾ ജനഹൃദയങ്ങളിലേക്ക് നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ യു ആർ ദ റിയൽ ഹീറോ. ഇന്ന് നിങ്ങളത് പ്രൂവ് ചെയ്തിരിക്കുന്നു. അന്ന് ഹീറോയാണെന്ന് പറഞ്ഞു വാഴ്ത്തിപ്പാടിയ മാധ്യമങ്ങളെല്ലാം ഇന്ന് എത്രത്തോളം എന്തെല്ലാം നെഗറ്റീവ്സ് ബോച്ചനെ പറ്റി പറയാമോ അത്രയും പോസ്റ്റർ അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇത് കേൾക്കുന്നവരും പറയുന്നവരും എല്ലാം ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം, ബോച്ച ഇതെല്ലാം ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പുള്ളിയുടെ വിന്നിങ് ആണ് ഈ ഒരു കാര്യം. ഇനി ബോച്ച നോക്കിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ജയിലിന്റെ കവാടം തുറക്കുന്നതും ആരവത്തോടു കൂടി ആരാധകരോടിയെത്തി പൂമാലയിട്ട് സ്വീകരിച്ച് ഇൻകിലാബ് വിളിച്ച് കൊണ്ടുപോകുന്ന ഒരു സമയം നോക്കിയാണ് പുള്ളി ഇരിക്കുന്നത്. ഏതായാലും അത് വരുമ്പോ ഈ മാധ്യമങ്ങളെല്ലാം നമ്മളെല്ലാം നേരെ തിരിച്ചു പറയും ബോച്ച രാജാവെന്ന്.